പുറത്ത് കോരിച്ചൊരിയുന്ന മഴയാണ്. കൃഷിയിടങ്ങളിലേക്കോ കൂലിപ്പണിക്കോ പോലും ഇറങ്ങാനാകാതെ വീടിനുള്ളിൽ കൂനിക്കൂടിയിരുന്ന ഗൃഹനാഥൻ കതകിലെ തട്ടുകേട്ട് അറിയാതെ നിവർന്നുപോയി. വന്യമൃഗമാണോ? അയ്യോ, വനപാലകരാണ്. കുഞ്ഞുങ്ങൾ ഭയചകിതരായി അനങ്ങാതെ നിന്നു. ഒരു നോട്ടീസ് കൈമാറി വന്യമായ ഒരു ആനന്ദത്തോടെ അവർ അടുത്ത വീട്ടിലേക്ക് നടന്നു. ഇടുക്കിയിലെ തൊമ്മൻകുത്തിൽ കുരിശു തകർത്ത വനംവകുപ്പ് അത് സ്ഥാപിച്ചവർക്കെതിരെ കേസെടുത്തതിന്റെ തുടർച്ചയാണ്. 15 ദിവസത്തിനകം റേഞ്ച് ഓഫീസറുടെ മുന്നിൽ ഹാജരായിക്കൊള്ളണം. കൈവശ ഭൂമിയിൽ നിയമാനുസൃതം ജീവിക്കുന്ന തൊമ്മൻകുത്ത് നിവാസികളെ വനംവകുപ്പ് വേട്ടയാടാൻ ഇറങ്ങിയിട്ട് 1.5 മാസമായി. തങ്ങൾ ചെയ്ത കുറ്റമെന്തെന്ന് ആ മനുഷ്യർക്കറിയില്ല. കേരളത്തിൽ ജനാധിപത്യം കെട്ടുപോയോ? കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പാർട്ടിക്കാരായ പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ നിമിഷങ്ങൾക്കകം പ്രതികരിച്ച സർക്കാരാണ് 1.5 മാസമായിട്ടും വായ തുറക്കാതെ തൊമ്മൻകുത്തുകാരെ പിന്നിൽ നിന്ന് കുത്തുന്നത്. ഈ സർക്കാർ ആരുടേതാണ്? കഴിഞ്ഞ ഏപ്രിൽ 12-നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തൊമ്മൻകുത്തിലെ നാരങ്ങാനത്ത് ബുൾഡോസർ രാജ് തുടങ്ങിയത്. കൈവശ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശ് ഒരു മുന്നറിയിപ്പുമില്ലാതെ തകർത്തു. കുരിശ് വനഭൂമിയിലാണെന്നതായിരുന്നു ന്യായം. പക്ഷേ അത് ജനങ്ങൾ പറഞ്ഞതുപോലെ ജണ്ടയ്ക്ക് പുറത്തുള്ള ജനവാസ മേഖലയിലാണെന്ന് തൊടുപുഴ തഹസിൽദാരും റിപ്പോർട്ട് നൽകി. പക്ഷേ വനംവകുപ്പ് പ്രദേശവാസികൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇപ്പോൾ നോട്ടീസുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സർക്കാർ അറിഞ്ഞ മട്ടില്ല. കേസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുന്നതിനും രേഖകൾ ഹാജരാക്കുന്നതിനും മൊഴി രേഖപ്പെടുത്തുന്നതിനുമായി നോട്ടീസ് കൈപ്പറ്റി 15 ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥനായ റേഞ്ച് ഓഫീസർ TK മനോജിന്റെ മുൻപാകെ ഹാജരാകണമെന്നാണ് നോട്ടീസിലെ കൽപ്പന. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 സെക്ഷന്റെ 179(1) പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജനങ്ങൾ അവരുടെ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശ് നിയമവിരുദ്ധമായി പൊളിക്കാനും അതിന്റെ പേരിൽ കേസെടുക്കാനും നോട്ടീസ് അയക്കാനും ഈ ഉദ്യോഗസ്ഥർക്ക് എന്ത് അവകാശമാണുള്ളത്? ഉത്തരേന്ത്യയിലെ കുരിശ് തകർക്കലുകളുടെ വർഗീയ വേരുകൾ കണ്ടെത്തുന്ന ഇടതുപക്ഷം തൊമ്മൻകുത്തിൽ നോക്കുകുത്തിയായി. നാരങ്ങാനത്തേത് ജനവാസ കേന്ദ്രമാണെന്ന തഹസിൽദാരുടെ റിപ്പോർട്ടും കുരിശ് നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ഇതര മതസ്ഥർ ഉൾപ്പെടെ പ്രദേശവാസികൾ വീട്ടുമുറ്റത്ത് കുരിശ് സ്ഥാപിച്ച് അത്യപൂർവ പ്രതിഷേധത്തിനിറങ്ങിയതും വനംവകുപ്പിനെ വിറളി പിടിപ്പിച്ചിരിക്കുകയാണ്. ജനം വനംവകുപ്പിനെ കൊണ്ട് പൊറുതിമുട്ടി. വന്യജീവി ആക്രമണം തടയാനാകുന്നില്ല. കാട്ടുമൃഗങ്ങൾ കൃഷിയെല്ലാം നശിപ്പിക്കുന്നു. സ്വന്തം പറമ്പിലെ മരം വെട്ടാനും കൊണ്ടുപോകാനും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കനിയണം. കൈക്കൂലി ആരോപണം പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 1977 ജനുവരി 1 മുൻപ് കൈവശം വെച്ചിരുന്ന ഭൂമി അവർക്ക് നിയമാനുസൃതം നൽകണമെന്നത് സർക്കാർ തീരുമാനമല്ലേ? ഇത്തരം കൈവശാവകാശ ഭൂമിയിൽ വനംവകുപ്പിന് എന്താണ് കാര്യം? വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളുമുള്ള കൈവശാവകാശ ഭൂമിയിൽ കുരിശ് സ്ഥാപിച്ചത് എങ്ങനെയാണ് കുറ്റമാവുന്നത്? കൈവശ ഭൂമിയിലെ 10,000-കണക്കിന് മനുഷ്യർ എന്ത് നിയമവിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയത്? കാർബൺ ക്രെഡിറ്റ് ഫണ്ട് തട്ടിയെടുക്കാൻ ജനവാസ മേഖലയെ വനമാക്കുകയാണോ ഉദ്ദേശം? കൈവശ ഭൂമികളിൽ നിന്ന് ജനത്തെ ഒഴിപ്പിക്കാനുള്ള അജണ്ടയുടെ ഭാഗമാണോ വനംവകുപ്പിന്റെ തലപ്പത്ത് പാവയെ പ്രതിഷ്ഠിച്ചത്? വനഭൂമിയായി എന്നെങ്കിലും റിസർവ് ചെയ്യപ്പെട്ടിട്ടുള്ള ഭൂമി റവന്യൂ വകുപ്പിനോ റവന്യൂ വകുപ്പ് വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ വനേതര ആവശ്യങ്ങൾക്കായി കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ 3 മാസത്തിനകം തിരിച്ചെടുത്ത് വനംവകുപ്പിന് കൈമാറണമെന്ന് മെയ് 15-ലെ സുപ്രീം കോടതി വിധി നടപ്പായാൽ കേരളം കണ്ട ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകും. ഏത് കോടതി ഉത്തരവിന്റെ ബലത്തിലായാലും ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യത ജനാധിപത്യത്തിൽ സർക്കാരിൽ നിക്ഷിപ്തമാണ്. വനംവകുപ്പ് പലതും മുൻകൂട്ടി കണ്ടിട്ടാണ് തൊമ്മൻകുത്തിലെ വീടുകളുടെ വാതിൽക്കൽ നോട്ടീസുകളും JCBയുമായി നിൽക്കുന്നത്. ഇതൊന്നും അന്വേഷിക്കാൻ സർക്കാരിന് സമയമില്ലെന്ന് തോന്നുന്നു. കെടുകാര്യസ്ഥത ദുരന്തമായി മാറരുത്. സർക്കാരിനെയും അതിന്റെ വകുപ്പുകളെയും കോടതിയും പോലീസും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെയും ഭയന്നല്ല ജനം ജീവിക്കേണ്ടത്. അങ്ങനെ വന്നാൽ അത് ഭരണകൂട ഭീകരതയാണ്. ആ ഭീകരതയുടെ മുട്ടിവിളിയാണ് തൊമ്മൻകുത്തിലെ ജനം കേൾക്കുന്നത്. സർക്കാർ ഒപ്പമുണ്ടാകണം. പരാജയപ്പെട്ടാൽ വനംവകുപ്പിന് നോട്ടീസ് കൊടുക്കാൻ ജനം നിർബന്ധിതരാകും.